ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആൻസർ കീയാണ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും അതേപോലെ സോഷ്യൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റിൻ്റെയും ഒക്കെ ആൻസർ കീ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഹൗ മച്ച് ടൈം ഡസ് ലൈറ്റ് ടേക്ക് ടു ട്രാവൽ 3 lakh kilometer ഇൻ വാക്വം? കറക്റ്റ് ആൻസർ 1 second ആണ്. Second question, identify the relation of the first pair and complete the second pair. Vector quantity velocity ആണ്. സ്കാലർ ക്വാണ്ടിറ്റി ഏതാണ്? സ്പീഡാണ്. രണ്ടാമത്തെ ആൻസർ സ്പീഡാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ആൻഡ് റിട്ടേൺ ഡൗൺ ദ correctly written unit from those given below. Watt, Pascal, Kelvin, ആംപിയർ. അപ്പോൾ കറക്റ്റ് ആൻസർ പാസ്കൽ ആണ്. ഇനി നാലാമത്തെ എസ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ, എൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം, എ ട്രാഫിക് സൈൻ ബോർഡ് കമ്മൺലി സീൻ ഇൻ പബ്ലിക് റോഡ് സൈഡ് ഈസ് ഗിവൺ. വാട്ട് ഡസ് ദിസ് പിക്ചർ റെപ്രസെൻറ്റ്? സജസ്റ്റ് എനി 2 ways ടു റെഡ്യൂസ് റോഡ് ആക്സിഡൻറ്റ്സ് ഓഫ് പെഡസ്ട്രിയൻസ്. അപ്പോൾ ഇത് എന്തിൻ്റെ സൈനാണ്? സീബ്ര ക്രോസിംഗ് ഓഫ് പെഡസ്ട്രിയൻസ് ആർ നിയർ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു ഇതാണ്. ഓക്കെ, സീബ്ര ക്രോസിംഗ് ആണ്. ഇനി നമുക്കൊരു 2 വേയ്സാണ് നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്. വാക്ക് അലോങ് ദ ഫുട്പാത്ത് ഒൺലി, ക്രോസ് റോഡ്സ് ഒൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്. ഇനി ആറാമത്തെ ചോദ്യം, എ ചൈൽഡ് മെഷേഴ്സ് the total thickness of the paper in his science diary during 200 sheet and finds it to be 2 cm. Find the thickness of one of these papers in SI unit. അപ്പോൾ കറക്റ്റ് ആൻസർ 0.01 ആണ്. ഓക്കെ, അതായത് ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 cm. നമ്പർ ഓഫ് ഷീറ്റ്സ് എന്ന് പറയുന്നത് 200 ആണ്. ഇനി തിക്നെസ് ഓഫ് 1 ഷീറ്റാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 cm ആണ്. നമ്പർ ഓഫ് ഷീറ്റ് എന്ന് പറയുന്നത് 200 ആണ്. ഇപ്പോൾ 2 സെൻറ്റിമീറ്ററിന് നമ്മൾ 200 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 0.01 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ആറാമത്തെ ആൻസർ എത്രയാണ്? 0.01 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് എ മോട്ടോർ car increases from 4 meter per second to 16 meter per second. What is the acceleration of the car? ഇപ്പോൾ ആക്സിലറേഷൻ കാണാനാണ് v മൈനസ് u ബൈ ടി അല്ലേ. അപ്പോൾ v എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. u എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. t എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. അപ്പോൾ 16-ന് 4 മൈനസ് ചെയ്താൽ നമുക്ക് 12 കിട്ടി. 12/3 ദാറ്റ് ഈസ് 4. 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാഗ്നറ്റ് അട്രാക്ട്സ് ആൻ അയൺ നൈൽ. മാഗ്നറ്റിക് ഫോഴ്സ് എന്താണത്? മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി അടുത്തത്, പ്ലാസ്റ്റിക് സ്കെയിൽ റബ്ഡ് ഓൺ ഹെയർ അട്രാക്റ്റ് പീസസ് ഓഫ് പേപ്പർ. അത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതാണ് ആൻസർ. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. Write down the following units in descending order of their values. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തേത് 2 ഡിസെൻഡിങ് ഓർഡർ ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 കിലോമീറ്റർ, പിന്നെ 2 മീറ്റർ, പിന്നെ 2 സെൻറ്റിമീറ്റർ, പിന്നെ 2 മില്ലിമീറ്റർ. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് 5 ക്വിൻ്റൽ ഫസ്റ്റ് എഴുതാം. 5 ക്വിൻ്റൽ ഫസ്റ്റ് എഴുതാം. പിന്നെ സെക്കൻഡ് വൺ 5 കിലോഗ്രാം. രണ്ടാമത്തേത് 5 കിലോഗ്രാം ആണ്. മൂന്നാമത്തേത് 5 ഗ്രാം ആണ്. പിന്നെ 5 mg. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓർഡർ? 5 ക്വിൻ്റൽ, 5 കിലോഗ്രാം, 5 ഗ്രാം, 5 mg. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Answer any 3 questions from
10 to 13 ഈച്ച് ക്യാരി 3 സ്കോർ. ഓരോന്നിനും 3 മാർക്ക് വീതമാണുള്ളത്. നോക്കൂ, 3 figures of 3 different liquids taken in a glass beaker are given. X denotes kerosene, Y fresh water, Z saline water. ഫൈൻഡ് ദ കറക്റ്റ് ഫിഗർ. ഇതിൽ ഏതാണ് കറക്റ്റ് ഫിഗർ? ഫിഗർ കറക്റ്റ് ഉള്ളത് ഫിഗർ ബി ആണ് കറക്റ്റ് ആൻസർ. ഫിഗർ ബി ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കണേ. ദ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. എന്താണ്? ദ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, അതുകൊണ്ടാണ് അത്. രണ്ടാമത്തെ ഇതെന്താണ് എക്യുപ്മെൻറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെന്താണ്? സ്പീഡോമീറ്റർ ആണ്. പിന്നെ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ഇറ്റ് ഫോർ എ വെഹിക്കിൾ ടു റിക്കവർ എ ഡിസ്റ്റൻസ് ഓഫ് 90 കിലോമീറ്റർ അറ്റ് 60 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 90 കിലോമീറ്റർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 90/60 നമ്മൾ ചെയ്താൽ 1.5 അവർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ചോദ്യം നോക്കൂ. വി നോ അബൌട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡെറൈവ്ഡ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡെറൈവ്ഡ് യൂണിറ്റ്? ഡെറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ ദോസ് യൂണിറ്റ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ഡെറൈവ്ഡ് യൂണിറ്റ്സ്. രണ്ടാമത്തെ ചോദ്യം, ബേസ്ഡ് ഓൺ വിച്ച് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഈസ് ഏരിയ എക്സ്പ്രസ്ഡ്. ഏരിയ എക്സ്പ്രസ് ചെയ്തത് ഏത് യൂണിറ്റാണ്? ദ യൂണിറ്റ് ഓഫ് ഏരിയ ഈസ് സ്റ്റേറ്റഡ് യൂസിങ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലെങ്ത്ത്. ഓക്കെ, ഇനി മൂന്നാമത്തെ, റൈറ്റ് ഡൗൺ ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി. എന്താണ്? കിലോഗ്രാം. ഇതാണ് മൂന്നാമത്തെ ആൻസർ. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. എ ക്രിക്കറ്റ് ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വെൻറ്റ് അപ് ടു എ ഹൈറ്റ് ഓഫ് 10 meter and fell back to the hand itself. Calculate the total distance travelled by the ball. Find the displacement of the ball. If ball return with an acceleration 10 meter per second, what will be the velocity after 0.5 second? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ആൻസർ എത്രയാണ്? ആദ്യത്തെ ആൻസർ 20 meter ആണ്. അതായത് 10 meter ട്രാവൽ ചെയ്തു അല്ലേ? ഡിസ്റ്റൻസ് അപ്പ് 10 meter, ഡിസ്റ്റൻസ് ഡൗൺ എത്രയാണ്? 10 meter. അപ്പോൾ എത്രയാണ്? 20 meter. ഫസ്റ്റ് ആൻസർ 20 meter. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എത്രയായിരിക്കും? 0 ആണ്. ഇനി അടുത്തത് വെലോസിറ്റി അല്ലേ? ആഫ്റ്റർ. ആ വെലോസിറ്റി കാണാൻ നമുക്ക് ഒരു സൂത്രവാക്യമുണ്ട്. V = U + AT. V = U + AT. U + AT. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്നത് 0 + 10 meter per second square 0.5 seconds. 0.5 seconds. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 10ഉം 0.5ഉം ഇൻറ്റു ചെയ്താൽ എത്രയാണ്? 5 ആണ്. ഇവിടെ പിന്നെ 0 ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 5 meter per second ആണ്. ഇനി നമുക്ക് അടുത്തത് സബ്ജക്റ്റ് നോക്കാം. അടുത്തത് കെമിസ്ട്രി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ പോളി അറ്റോമിക് മോളിക്യൂൾ ഫ്രം ദ ഫോളോയിങ്. എന്താണ് കറക്റ്റ് ആൻസർ? ഓക്സിജൻ, ഹീലിയം, ഫോസ്ഫറസ്, കാർബൺ. കറക്റ്റ് ഫോസ്ഫറസ് ആണ്. ഒന്നാമത്തെ ആൻസർ ഫോസ്ഫറസ് ആണ്. രണ്ടാമത്തെ ആൻസർ എന്താണ്? വെൻ ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ഇറ്റ് ഇൻ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ക്വിക്ക്ലി. ഇതൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്താണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസസ്. ഇവിടെ എന്താണ്? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസസ്. ഇനി ഇതിൻ്റെ ആൻസർ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ പ്രോസസ്സ്. നാലാമത്തേൻ്റെ ആൻസർ എന്താണ്? വെൻ എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിങ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ വാട്ടർ ലെവൽ റൈസസ്. റൈറ്റ് ദ റീസൺ. എന്താണ്? ദ സ്റ്റോൺ നീഡ് സം സ്പേസ് ടു ഓക്യുപ്പൈ. സ്റ്റോണിന് കുറച്ച് സ്ഥലം വേണം. സോ ഡിസ്പ്ലേസസ് സം വാട്ടർ ഈക്വൽ ടു ഇറ്റ്സ് വെയ്റ്റ് ആൻഡ് ദസ് വാട്ടർ ലെവൽ റൈസസ്. ഓക്കെ, അപ്പോൾ എല്ലാ മാറ്ററിനും എന്ത് വേണം? സ്പേസ് ടു ഓക്യുപ്പൈ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ സിമ്പിൾ ഓഫ് നൈട്രജൻ ഈസ് N. വാട്ട് ടു ഡു ടു N ആൻഡ് N2 ഡിനോട്ട്സ്. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2
നൈട്രജൻ ആറ്റംസ് ആണ്, 2 നൈട്രജൻ ആറ്റംസ്. ദിസ് ഈസ് ഡിനോട്ട്സ് 1 നൈട്രജൻ മോളിക്യൂൾ. ഓക്കെ. ഇനി ആറാമത്തേത്, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ ഓഫ് എത്തനോൾ? ബോയിലിംഗ് പോയിൻറ്റ് 78 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മെത്തനോൾ. ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? റൈറ്റ് ദ റീസൺ ഫോർ ചൂസിങ് ദിസ് മെത്തേഡ്. There is only a small difference in the boiling points of the components in liquid mixture. Solid from those given below. Correct answer. ഒന്നാമത്തെ, the freedom of movement of particle is very low. Attractive force between particle is very high. Next, the chemical. Next നമുക്ക് എട്ടാമത്തെ ചോദ്യം. The chemical formula of sulfuric acid is H2SO4. How many oxygen atoms are present in one molecule of sulfuric acid? 4 ആണ്. Find the total of atoms present in 2 molecules of sulfuric acid. 14. ഇനി ഒമ്പതാമത്തെ ചോദ്യം. Substances are classified as pure substance and nature of particles. What are pure substance? എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് ഐഡൻറ്റിക്കൽ നേച്ചർ. ഇനി അടുത്തത്, പിക്ക് ഔട്ട് മിക്സ്ചേഴ്സ് ഫ്രം ദ ഫോളോയിങ്. ഏതാണ് മിക്സ്ചേഴ്സ്? ഇതിൽ സോയിലും സോഡ വാട്ടറും ആണ്. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. Take equal volumes of water and kerosene in bottle. Shake well. Observe the bottle after keeping it for some. Which liquid is seen at the bottom? എന്താണ് താഴെ കാണുന്നത്? എന്താണ്? വാട്ടറാണ്. ഓക്കെ. ഇനി അടുത്തത്, റൈറ്റ് ദ നെയിം ഓഫ് ദ അപ്പാരറ്റസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഫ്രം ദിസ് മിക്സ്ചർ. സെപ്പറേറ്റിംഗ് ഫണലാണ് ആൻസർ. സെപ്പറേറ്റിംഗ് ഫണൽ. കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ. ഫസ്റ്റ് ആൻസർ എന്താണ്? ഗോൾഡ്. ഓക്കെ. GOLD ഗോൾഡ്. ബി എന്താണ്? ബി മാരി ക്യൂറി. മാരി ക്യൂറി. ഇനി സി എന്താണ്? CL. ഓക്കെ. ഇനി അടുത്തത്, സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ. വിച്ച് ആർ ദ റിയാക്റ്റൻസ് ഇൻ ദ ഇക്വേഷൻ? ഇതിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബണും ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ. ഓക്കെ. വിച്ച് ഓഫ് ദീസ് ആർ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ? ഏതാണ് ഇതിൽ? ഏതാണ് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ? ഏതൊക്കെയാണ്? ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഓക്കെ. ബാലൻസ് ദ ഇക്വേഷൻ വിച്ച് ഈസ് നോട്ട് ബാലൻസ്ഡ്. ഇതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ആകാൻ? 2 ഇവിടെ വെച്ച് കൊടുക്കുക. 2Mg + O2 gives 2MgO. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണിത്? ഇതിൻ്റെ പേരെന്താണ് എഴുതിയിരിക്കുന്നത്? സെൻട്രിഫ്യൂജ് ആണ്. ഓക്കെ. സെൻട്രിഫ്യൂജ് ആണ്. നേരത്തെ, വിച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് പാർട്ടിക്കിൾസ് ഇസ് എംപ്ലോയ്ഡ് ഇൻ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ യൂസിങ് ദിസ്? നമുക്ക് ബയോളജീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നോക്കാം. ഫസ്റ്റ്, പാരൻക്ലൈമയാണ്. ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. അതെന്താണ്? സ്ക്ലീറൻ കൈമ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സ്ക്ലീറൻ കൈമ. ഇനി അടുത്തത് ഫ്ലോയത്തിൻ്റെ ഫങ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്തത്, ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ടു ദ ലീവ്സ്. ഇലകളിലേക്ക് വാട്ടർ മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? സൈലമാണ്. രണ്ടാമത്തെ ആൻസർ സൈലമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ഫിക്സ്ഡ് ബിലോ ദ സ്റ്റേജ്. Diagram helps to regulate the intensity of light. Plane mirror is used to reflect the sunlight. അപ്പോൾ ഇതിൽ
ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് പറയേണ്ടത്. ഇതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ആർ കറക്റ്റ്. ഏതാണ്? സെക്കൻഡ് ആൻഡ് തേർഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബീയിങ് ടു എ കണക്റ്റീവ് ടിഷ്യൂ. ഏതാണ് ഉത്തരം? ഏതാണ് മൂന്നാമത്തെ ആൻസർ? എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് സൈറ്റോപ്ലാസം. എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഇത് പ്രോട്ടോപ്ലാസമാണ്. ദ സ്പെസിഫിക് പാർട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ആർ സെൽ ഓർഗനൽസ്. ശരിയാണ്. ഓർഗാനിസംസ് ഹാവിങ് ന്യൂക്ലിയസ് ഇൻ ദെയർ സെൽസ് ആർ പ്രോകാരിയോട്സ്, അല്ല യൂകാരിയോട്സ് ആണ്. അപ്പോൾ നാലാമത്തെ ആൻസർ എയും സിയുമാണ്. ഒന്ന് പ്രോട്ടോപ്ലാസവുമാണ്, യൂകാരിയോട്സ് ആണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൺ ഇല്ലസ്ട്രേഷൻ. ഇവിടെ പ്ലാസ്റ്റിഡ്സ്, ക്ലോറോപ്ലാസ്റ്റും തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് ആണ്, പിന്നെ ലൂക്കോപ്ലാസ്റ്റ് എന്ന് എഴുതാം. ഇനി തേർഡ് വരുന്നത് എന്താണ്? കരോട്ടിനാണ്. ഓക്കെ, ഫോർത്ത് വരുന്നത് എന്താണ്? ആന്തോസയാനിൻ ആണ്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ആൻസർ ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്, കരോട്ടിൻ, ആന്തോസയാനിൻ. ഓക്കെ, ഇനി അടുത്തത് ഹൂ ഫോർമുലേറ്റഡ് ദ സെൽ തിയറി. ആരാണ്? എം ജെ സ്ലീഡൻ ആൻഡ് തിയോഡർ ഷൻ. ആരൊക്കെയാണ്? എം ജെ സ്ലീഡൻ ആൻഡ് തിയോഡർ ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ദിസ് തിയറി. എന്താണ് മെയിൻ സെൽ തിയറി എന്ന് പറഞ്ഞാൽ? ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസം. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ സെൽ ഓർഗാനലിൻ്റെ ആണ്. ഇതിൻ്റെ ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? സെൽ ഓർഗനൽ, പിന്നെ സെല്ലാണ് വരുന്നത്, പിന്നെ ടിഷ്യൂ, പിന്നെ ഓർഗൻ, പിന്നെ ഓർഗൻ സിസ്റ്റം, പിന്നെ ഓർഗാനിസം. ഓക്കെ, സെവൻത്ത് ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ എട്ടാമത്തേത്, ഇത് ഏത് സെല്ലാണെന്നാണ്. ഇത് ഏതാണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ സെൽ. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെല്ലാണിത്. എന്താണ്? മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. റൈറ്റ് എനി ടു ചേഞ്ചസ് ഒക്കറിങ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സെൽ വെൻ ഇറ്റ് ഗെറ്റ്സ് മെച്ചേർഡ്. മെച്ചേർഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മാറ്റങ്ങൾ എഴുതാനാണ്. സെൽ വാൾ ബിക്കം തിക്കർ, അല്ലെങ്കിൽ സെൽസ് ആർ ലാർജ്, ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഡിക്രീസസ്, വാക്യൂൾ സൈസ് ഇൻക്രീസ്, ലൂസ് ദ എബിലിറ്റി ഓഫ് ഡിവിഷൻ. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇനി അടുത്തത് നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ റിലേറ്റഡ് ടു മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. ഇപ്പോൾ റോബർട്ട് ഹൂക്ക് എന്താണ്? ഫസ്റ്റ് ഒബ്സർവ് സെല്ല് ഒബ്സർവ് ചെയ്ത ആളാണ്. ഫൗണ്ട് ഔട്ട് ആനിമൽ സെൽ കണ്ടുപിടിച്ച തിയോഡർ ഷൻ ആണ്. റോബർട്ട് ബ്രൗൺ എന്താണ് കണ്ടുപിടിച്ചത്? ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് സെൽ ദെൻ ആൻഡ് നെയിംഡ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. ഇനി ഫൗണ്ട് ഔട്ട് പ്ലാന്റ് സെൽ കണ്ടുപിടിച്ചത് എം ജെ സ്ലീഡൻ ആണ്. ഓക്കെ, അപ്പോൾ അത് എ ബി സി ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പത്താമത്തെ ചോദ്യം, കുറച്ച് ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മളോട് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ട് മൈറ്റോകോൺട്രിയാണ്. ഫസ്റ്റ് എ എഴുതേണ്ടത് നമ്മൾ മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത്. മൈറ്റോകോൺട്രിയ. പിന്നെ അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, ഇതാണ് നമ്മൾ എയും ബി ആയിട്ട് എഴുതേണ്ടത്. പിന്നെ നമുക്കറിയാം പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മൈറ്റോകോൺട്രിയാണ്. പിന്നെ നമുക്ക് രണ്ടാമത്തത് ഇത് എബൻഡലി സീൻ ഇൻ ദ സെൽസ് ഓഫ് ലിവർ, ഹാർട്ട് ആൻഡ് മസിൽസ്. ഇത് രണ്ടും നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇതാ. മൈറ്റോകോൺട്രിയയിൽ ഇതാ പവർ ഹൗസും എബൻഡലി സീൻ ഇൻ ദ സെൽ ഓഫ് ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നമുക്ക് എന്ത് എഴുതാം? പ്രൊവൈഡ്സ് ഫേംനെസ് ടു സെൽ. പിന്നെ അടുത്തത് ദ പാസേജ് ഇൻ ദ സെൽ. ഈ രണ്ടെണ്ണം നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എഴുതാം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് റീഡ് ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്താണ്? സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട് എക്സെട്ര. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് സെൽസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്? Cells that can develop into other types of cells or remain as stem cells themselves. How do you these cells transform into other cells? Why does stem cells research gain importance? Okay.
അപ്പോൾ നമുക്ക് ദ ഡിഫറൻഷിയേഷൻ ഓഫ് സ്റ്റെം സെൽസ് ഡെവലപ്പ് ടു അതർ ടൈപ്സ് ഓഫ് സെൽസ്. ഈ മൂന്നാമത്തെ ചോദ്യം എന്താണ്? വൈ ഡസ് ദ സ്റ്റെം സെൽ റിസർച്ച് ഗെയിൻ ഇമ്പോർട്ടൻസ്? അതെന്താണ് അധികം ഇമ്പോർട്ടൻസ് ഇപ്പം എന്തുകൊണ്ടാണ്? എന്താണ്? ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ് ആൻഡ് പാർക്കിൻസൺ ഡിസീസസ് എക്സെട്ര ലൈക്ക് ഇൻക്യൂറബിൾ ഡിസീസസ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി ട്രീറ്റഡ് ബൈ യൂസിങ് സ്റ്റെം സെൽസ്. Blood cancer, diabetics and Parkinson diseases like incurable diseases can be effectively treated by using stem cells. Artificial organs can be developed using stem cells. And then artificial organs can be developed. Artificial organs can be developed. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. റീഅറേഞ്ച് ചെയ്യാനാണ്. ഇവിടെ എപ്പിത്തലിക്കൽ ടിഷ്യൂവിൻ്റെ നമുക്ക് എന്തൊക്കെ എഴുതാം? Covers and protects the body. Covers and protects the body. Protection, absorption, production of secretions. ഇനി അടുത്തത് nervous tissue. Control and coordinate physiological function. Able to respond, identifying the changes inside and outside the body. ഇനി മസ്കുലർ ടിഷ്യൂ എന്തൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ ബി കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. എനേബിൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. നെക്സ്റ്റ് 13ാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ സെൽ, റൈറ്റ് ദ നെയിം ഓഫ് എനി ഓർഗനെ ഫൗണ്ട് ഓൺലി ഇൻ ദ സെൽസ്. അപ്പോൾ എന്താണ്? ആനിമൽ സെൽ. ഓക്കെ, ആനിമൽ സെല്ലാണിത്. ആനിമൽ സെൽ. ഓക്കെ, റൈറ്റ് ദ നെയിം ഓഫ് എനി ഓർഗനെ ഫൗണ്ട് ഇൻ ദിസ്. ഇതിൽ മാത്രം കാണുന്ന സെൻട്രോസോം അല്ലെങ്കിൽ ലൈസോസോം എഴുതാം. രണ്ടാമത്തെ ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. എക്സ് എന്താണ്? ന്യൂക്ലിയസ്. എക്സ് ന്യൂക്ലിയസ് ആണ്. വൈ എന്താണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇനി അടുത്ത വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്? എക്സ് എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻറ്റർ ഓഫ് ദ സെല്ലാണ്. All the activities that take place in the cell are regulated by the action of various enzymes.